നമസ്കാരം. ലോകകപ്പ് മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അപ്പം വലിയ വീറും വാശിയുമുള്ള പോരാട്ടങ്ങൾ നടക്കുകയാണല്ലോ. അപ്പം ആരാകും ഈ ലോകകപ്പിൻ്റെ താരം എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. കളി തുടങ്ങിയിട്ടുള്ളൂ, അടി അതുക്ക് മുൻപേ അടിയും തുടങ്ങി ആരാധകരുടെ. അപ്പോൾ ഞങ്ങളും ഒന്ന് നോക്കുകയാണ് ആരാകും ഇത്തവണ ഈ ലോകകപ്പിൻ്റെ മുഖം ആരാകും എന്നുള്ളത് പരിശോധിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഹരികൃഷ്ണൻ പതിവ് പോലെ ഫുൾ ഫ്ലഡ്ജിൽ ഹരിയുണ്ട്. റിസ്വാൻ ഞങ്ങളിങ്ങ് എടുത്തു കേട്ടോ, റിസ്വാനെ, ഒപ്പം ഷറഫും. അപ്പോൾ ഞങ്ങൾ റിസ്വാൻ തുടങ്ങട്ടെ. റിസ്വാൻ്റെ ഡേ ആണല്ലോ. റിസ്വാനെ, എന്തുകൊണ്ട് CR7 ആകും? എന്തുകൊണ്ട് CR7 ആയിക്കൂടാ എന്നുള്ളതാണ് എൻ്റെ മറു ചോദ്യം. അതായത് ഇന്നലെ തന്നെ CR7 അതിനുള്ള എല്ലാവിധ തെളിവുകളും നിങ്ങൾക്ക് മുന്നിൽ നിരത്തി കഴിഞ്ഞു. നിങ്ങൾ ആദ്യത്തെ കളി കഴിഞ്ഞപ്പോഴത്തേക്ക് പറയാൻ പറ്റുന്നതിൻ്റെ അപ്പുറം കടന്ന് എല്ലാം പറഞ്ഞു. റൊണാൾഡോ പോയി, റൊണാൾഡോ തീർന്ന് 41 വയസ്സായി, ഇനിയിപ്പോൾ അവൻ എന്തിനു കൊള്ളാം, ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇനി എന്തിനാ വരുന്നത്, പുറത്ത് നിന്ന് കൊടുത്തുകൂടെ, ബാക്കിയുള്ളവർക്ക് കളിച്ചുകൂടെ, അങ്ങനെയുള്ള എല്ലാ സകല വിമർശനങ്ങളും എല്ലാ കൂരമ്പുകളും ഏറ്റുകൊണ്ടാണ് ഇന്നലെ ഉസ്ബെക്കിസ്ഥാനെതിരെ റൊണാൾഡോ ഇറങ്ങി 4-ാം മിനിറ്റിൽ ആദ്യ സൂചന വന്നു. 6-ാം മിനിറ്റിൽ ആദ്യ ഗോൾ പഠിച്ചു. പിന്നെയും അടുത്ത പോർച്ചുഗൽ രണ്ടാമത്തെ ഗോൾ, ആദ്യത്തെ ഗോളോടുകൂടി നിങ്ങൾ എന്തുകൊണ്ട് റൊണാൾഡോ ടീമിന് ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്നുള്ളത് തെളിയിച്ചു. രണ്ടാമത്തെ ഗോളോടുകൂടി റൊണാൾഡോ സെൽഫിഷ് ആണ്, റൊണാൾഡോ ടീമിന് ചേരാത്ത ആളാണ്, ടീമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേതാണ് മറിച്ചതാണ്, ഈ ആനയാണ് ചേനയാണെന്ന് പറയാൻ പറ്റുന്ന എല്ലാം പറഞ്ഞു നിങ്ങൾ. അതിനുള്ള ഇതായിരുന്നു, മറുപടിയായിരുന്നു രണ്ടാമത്തെ ഗോൾ. പിന്നീട് മൂന്നാമത്തെ ഗോൾ ഒരു സ്ട്രൈക്കറിന്റെ എല്ലാവിധ കേപ്പബിലിറ്റീസും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടില്ല എന്ന് കാണിക്കുന്നതായിരുന്നു രണ്ടാമത്തെ ഗോൾ. റൊണാൾഡോയുടെ രണ്ടാമത്തെ ഗോൾ, പോർച്ചുഗലിന്റെ മൂന്നാമത്തെ ഗോൾ. അങ്ങനെ കളിയിൽ ഉടനീളം റൊണാൾഡോയുടെ ഒരു പവർ എന്താണ്? 40 ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ ചർച്ചയ്ക്ക് എടുക്കുന്ന പേരുകാര്, ഒന്ന് നെയ്മർ, പിന്നെ എംബാപ്പെ, പിന്നെ ഹാളണ്ട്, ഇവരൊക്കെയാണ് സാക്ഷാൽ മെസ്സി, എല്ലാവരും ഉണ്ട്. അതിനൊപ്പം റൊണാൾഡോ എന്ന 41-കാരനെയും എടുക്കുന്നു എന്നിടത്ത് തന്നെ നിങ്ങൾ ചോദിച്ചതിന്റെ ആ ഉത്തരം ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും CR7 ഇത്തവണ ഈ ലോകകപ്പിന് ആദ്യ മത്സരത്തിൽ അപ്പോൾ അദ്ദേഹത്തിന് പന്ത് കൊടുക്കുന്നില്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നില്ല. ഉറപ്പല്ല, അത് കളി കണ്ടവർക്ക് എല്ലാവർക്കും അറിയില്ല, പന്തെത്തുന്നുണ്ടായിരുന്നില്ല. അതായത് ഒരു ടീം ഗെയിമിൽ സ്ട്രാറ്റജിയിൽ വന്ന പാളിച്ചയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് സ്ട്രാറ്റജിയിൽ ഉണ്ടായ ഒരു പാളിച്ചയാണ്. ബോൾ എത്തിയപ്പോൾ കണ്ടല്ലോ, 5 ഗോളിലല്ലേ ഇന്നലെ ജയിച്ചത്. എല്ലാം കൃത്യമായി പറ്റുന്നതെല്ലാം ഫിനിഷ് ചെയ്യുന്നു. 7 ഷോട്ടായിരുന്നു എടുത്തത്, അതിനകത്ത് 5 ഓൺ ടാർഗറ്റ് ആയിരുന്നു, 2 ഗോളായിരുന്നു. അവസാനത്തെ ഇഞ്ചുറി ടൈം, എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷം വരെയും അറ്റംപ്റ്റ് വന്നു റൊണാൾഡോ ഭാഗത്ത് നിന്ന്. അയാൾ കളി കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ ക്യാമറയെ നോക്കി, ഐ ആം ബാക്ക്, ഈസ് ബാക്ക്, അത്രേ ഉള്ളൂ. അതാണ് അതിനുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം നമ്മൾ ചോദിക്കാനുണ്ട്. ഇപ്പം ഹാളണ്ട് അല്ലേ, ഹാളണ്ട് സ്വാഭാവിക ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹാളണ്ട് എങ്ങനെയാണ് ഈ ലോകകപ്പിൻ്റെ ഒരു ഫേസ് ആവാൻ പറ്റുന്ന ഒരു വളർച്ച അദ്ദേഹത്തിന് വന്നിട്ടുണ്ടോ? അതായത് ഫുട്ബോളിൻ്റെ ഫേസ് ആവാനുള്ള വളർച്ച വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയും. കാരണം ഈ മെസ്സി റൊണാൾഡോ ഫൈറ്റ് കഴിഞ്ഞാൽ ആര് എന്നുള്ളൊരു ചോദ്യത്തിന് എംബാപ്പയോടൊപ്പം കിടപിടിച്ച് നിൽക്കുന്നൊരു പ്ലെയറാണ് ഹാളണ്ട്. അപ്പോൾ കുറച്ച് കാലം തൊട്ട്, അത് ഞാൻ പറയാം, 2019 അണ്ടർ-20 വേൾഡ് കപ്പ് നടന്നിരുന്നു. അണ്ടർ-20 വേൾഡ് കപ്പിൽ ഒരു മത്സരത്തിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയത് 9 ഗോളാണ്. ഫസ്റ്റ് ഹാഫിൽ 4, സെക്കൻഡ് ഹാഫിൽ 5. അന്നേ ആളുകൾ നോട്ടമിട്ട് തുടങ്ങിയിരുന്നു ഈ ഒരു പ്ലെയറിനെ, നമ്പർ 9, നോർവേയുടെ നമ്പർ 9. അത് കഴിഞ്ഞ് ചാമ്പ്യൻസ് ലീഗിൽ ഡെബ്യൂ മാച്ചിൽ, അതായത് അരങ്ങേറ്റത്തിൽ ഹാട്രിക് അടിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ആ ഒരു വരവന്നെ നമുക്ക് കാണാം. ഗോളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും എങ്ങനെ ഇട്ട് കൊടുത്താലും അടിക്കും. ക്ലിനിക്കൽ ഫിനിഷർ എന്ന് പറയും. അതായത് പന്ത് എങ്ങനെ ഇട്ട് കൊടുത്താലും ആക്രോബാറ്റിക് ആണോ, എങ്ങനെയെങ്കിലും പന്ത് വലയിലെത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ആദ്യം ഫിനിഷർ മാത്രമായിരുന്നു എന്ന് പറഞ്ഞ വിമർശനങ്ങളുണ്ടായിരുന്നു. പാസ് ഇട്ട് കൊടുക്കാൻ ആരുമില്ലെങ്കിൽ പോകുന്ന കാര്യമില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പിന്നെയും ഡെവലപ്പായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കളി ഡെവലപ്പാക്കിയിട്ടുണ്ട്. പെപ് ഗാർഡിയോളയുടെ അണ്ടറിൽ കളി ഡെവലപ്പായിട്ടുണ്ട്. പാസ് ഇടുന്നുണ്ട്, അതേപോലെ അസിസ്റ്റ് നൽകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഞാൻ പറയാം, ഇപ്പോൾ ഫുട്ബോളിൽ ഉള്ളതിൽ ഏറ്റവും മികച്ച ഫിനിഷർ ആരും ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, അത് എർലിംഗ് ഹാലൻഡ് മാത്രമാണ്. എങ്ങനെ പറയാൻ പറ്റും ഷർഫ് ഭായി? കാരണം 16 മത്സരത്തിൽ നിന്ന് 16 ഗോൾ അടിച്ച് കൂട്ടിയ കിലിയൻ എംബാപ്പെ അല്ലേ? കിലിയൻ എംബാപ്പെ ലോകകപ്പിൽ എല്ലാ റെക്കോർഡും കിലിയൻ എംബാപ്പെ തകർക്കുന്നതാണ് പറയുന്നത്. ഈ ലോകകപ്പിൽ നടക്കില്ല കേട്ടോ, കാരണം മെസ്സിയും റൊണാൾഡോയും ഉള്ളിടത്തോളം അത് നടക്കും തോന്നില്ല. പക്ഷേ എന്തുകൊണ്ട് എംബാപ്പെ? നമ്മൾ പലപ്പോഴും ഈ ക്രിസ്ത്യാനോ, മെസ്സി, നെയ്മർ
ഈ തലത്തിലേക്ക് ചർച്ച വരുമ്പോൾ പലപ്പോഴും ശ്രദ്ധ കിട്ടാതെ പോകുന്ന ഒരു പ്ലെയറാണ് എംബാപ്പെ. കാരണം എംബാപ്പെ എന്ന് പറഞ്ഞാൽ ലോകകപ്പ് എന്ന് പറഞ്ഞാൽ എംബാപ്പെ, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. 2018 ഫസ്റ്റ് ലോകകപ്പ് കളിക്കുമ്പോൾ 19 വയസ്സ് മാത്രമാണ് എംബാപ്പയ്ക്കുള്ളത്. പക്ഷെ ആ ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്തി ആ കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് ഫ്രാൻസിന് വേണ്ടി വഹിച്ചത് എംബാപ്പയാണ്. തൊട്ടടുത്ത 2022 ലോകകപ്പ്, ഖത്തർ ലോകകപ്പ്, നമുക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ഫൈനലിൽ ആ ഹാട്രിക് ഗോള് ഉൾപ്പെടെ ആ ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് എംബാപ്പയാണ്. മെസ്സി, ക്രിസ്ത്യാനോ എല്ലാ പ്ലേയേഴ്സും സൂപ്പർ താരങ്ങളെല്ലാം കളിക്കുന്ന ഒരു ടൂർണമെന്റിലാണ് എംബാപ്പെ ഈ വിധത്തിൽ ഒരു മികച്ച ഇൻഡിവിജ്വൽ പ്രകടനം കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ ഈ വേൾഡ് കപ്പിലേക്ക് വന്നാൽ എന്താ സ്ഥിതി? 2 മത്സരങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. സെനഗലിനെതിരെ 2 ഗോൾ, ഇപ്പോൾ ഇറാഖിനെതിരെ 2 ഗോൾ. 2 മത്സരങ്ങൾ 4 ഗോൾ നേടിക്കഴിഞ്ഞു. 16 ഗോളുകൾ ഇതുവരെ. 3 ലോകകപ്പ് മാത്രമാണ് കളിക്കുന്നത്. 27 വയസ്സ് മാത്രമാണ് പ്രായം. എംബാപ്പെ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു റെക്കോർഡുകളും അവിടെ സുരക്ഷിതമല്ല. എല്ലാ റെക്കോർഡുകളും തകർക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ് എംബാപ്പെ. ഏത് കളിക്കാർ ഇനിയിപ്പോ നമ്മള് പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനോയുടെ റെക്കോർഡ് ഉണ്ടാകാം, മെസ്സിയുടെ റെക്കോർഡുകൾ, ഇപ്പൊ നമ്മൾ പല റെക്കോർഡുകളും ആഘോഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എംബാപ്പയുടെ പ്രകടനം നമ്മൾ ഈ വേൾഡ് കപ്പിൽ, അതായത് വേൾഡ് കപ്പ് ഇപ്പൊ നമ്മൾ ക്ലബ്ബ് തലത്തിൽ പറയുകയാണെങ്കിൽ പലപ്പോഴും എംബാപ്പയ്ക്കെതിരെ പല വിധത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ടീമിന് റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്നില്ല, PSG വേണ്ടി കളിക്കുന്നില്ല, ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ പല വിധത്തിലുള്ളത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ലോകകപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എംബാപ്പെ വെറുതെ ഇരിക്കില്ല. എംബാപ്പയുടെ ബൂട്ട് ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അത് എതിരാളികൾക്ക്, ഫ്രാൻസ് ഇപ്പൊ 3 വേൾഡ് കപ്പിൽ 2 വേൾഡ് കപ്പ് ഫൈനൽ കളിച്ച ടീമാണ് ഫ്രാൻസ്. അതിൽ എല്ലാത്തിലും എംബാപ്പയുടെ ഒരു പെർഫോമൻസ് കാണണം. ഇതിന് മുന്നേ നോക്കുകയാണെങ്കിൽ നമുക്ക് ബെൻസിമ പോലെയുള്ള കളിക്കാരെല്ലാം ഉണ്ട് ഫ്രാൻസിൽ, ഒരുപാട് കളിക്കാർ, ജിറൂഡ് ഉണ്ട്. പക്ഷെ എംബാപ്പെ വരുമ്പോൾ ആ ഒരു ഇമ്പാക്ട് ആ ടീമിലേക്ക് മൊത്തത്തിൽ കാണുന്നുണ്ട്. ഫ്രാൻസിന്റെ ടോപ്പ് ഗോൾ സ്കോറർമാർ പട്ടികയിലേക്ക് വരുന്നു, ഈ വേൾഡ് കപ്പിന് പട്ടികയിൽ വരുന്നു. അത്തരത്തിൽ എല്ലാ തലത്തിലും കളിക്കുന്ന ഒരു പ്ലെയറായി എംബാപ്പെ മാറിക്കഴിഞ്ഞു. പക്ഷേ എനിക്കിതിനകത്ത് ഈ എംബാപ്പെ മികച്ച കളിക്കാരനാണെന്നുള്ളൊരു പ്രശ്നമില്ല. അതായത് പല റെക്കോർഡുകളും എംബാപ്പയെ തകർക്കുകയും ചെയ്യും. പക്ഷേ എന്നാൽ പോലും ഈ പറയുന്ന CR7 മെസ്സിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം CR7 41 വയസ്സും 139 ദിവസവും അതാണ് പ്രായം. ആ പ്രായത്തിൽ ആ റൊണാൾഡോയുടെ ലോഞ്ചിവിറ്റി ഉണ്ടല്ലോ, ആ ഒരു ഈ പ്രായത്തിലും ഇപ്പോഴും കളിക്കുന്നത്. ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു വൂപ്പ് നടത്തിയ ഒരു ഫിറ്റ്നസ് ടെസ്റ്റിൽ അയാൾക്ക് ഇപ്പോഴും 11 വയസ്സ്, അയാളുടെ ശാരീരികമായ ബയോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് 11 വയസ്സ് കുറവാണ്. അതായത് 41 എനിക്കൊന്ന് 39 വയസ്സിലോ 40 ആണ് നടത്തിയത്. 28-29 വയസ്സോ അയാൾക്കുള്ളൂ. മീൻസ് ആ ബോഡി കണ്ടീഷൻ ചെയ്ത് വെക്കുന്ന ഒരു കളിക്കാരന് വേണ്ട രീതിയിൽ എല്ലാ തരത്തിലും മറ്റേ മമ്മൂട്ടി പറയുന്ന പോലെ ഒരച്ചൊരച്ചൊരച്ചൊരച്ച് മാറ്റി കൂട്ടി നിൽക്കുന്ന രീതിയിൽ ആ ലോഞ്ചവിറ്റിയിലേക്ക് എത്താൻ എംബാപ്പയ്ക്കൊക്കെ കഴിയുമോ എന്നുള്ളതിന് കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മീൻസ് എംബാപ്പെ കളിക്കാരനല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. എംബാപ്പെ മികച്ച കളിക്കാരനാണ്, ഒരുപാട് റെക്കോർഡുകൾ ഇനിയും തകർക്കാനുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ഒരു ലെജൻഡറി ഐക്കൺസിന്റെ തലത്തിലേക്ക് ഉയരുമോ എന്നുള്ളതിനകത്ത് വേറെ കൈൻഡ് ഓഫ് പ്ലെയർ എന്നുള്ള രീതിയിലേക്ക് ഉയരാൻ സാധിക്കുമായിരിക്കും. പക്ഷേ എന്നാൽ തന്നെയും ഒരു സമീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉയരാൻ സാധിക്കുന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. നമ്മളത് പറയുമ്പോൾ തന്നെ നമ്മളെപ്പോഴും പറയുന്നത്, ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നോക്കൗട്ടിലേക്ക് മത്സരം പോകും. ഈ നോക്കൗട്ടിലെ പെർഫോമൻസ് ആണ് ഒരു താരത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം. നോക്കൗട്ട് മത്സരങ്ങളിൽ CR7 പെർഫോമൻസ് എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിച്ചതാണ്. എത്ര മത്സരങ്ങളിൽ CR7 ഗോൾ നേടിയിട്ടുണ്ട്. ഇത്രയും ഗോളുകൾ CR7 നേടുമ്പോഴും നോക്കൗട്ടിൽ CR7 പെർഫോമൻസ് വളരെ ശരാശരി മാത്രമാണ്. ഈ പോർച്ചുഗൽ ടീമിനെയും ഫ്രാൻസ് ടീമിനെയും വെച്ച് സമീകരിക്കുന്നതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഫ്രാൻസ് പോലൊരു ടീമല്ല പോർച്ചുഗൽ എന്ന് പറയുന്നത്. ഇപ്പോഴാണ് ഒരു ഗോൾഡൻ എറ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് പോർച്ചുഗൽ ടീം അത്രത്തോളം സെറ്റായി വരുന്നത്. കഴിഞ്ഞ സീസണിലൊക്കെ പറ്റിയ അബദ്ധമായിരുന്നു പോർച്ചുഗൽ ടീമിന്റെ ആസ് എ ടീം കളിച്ചിരുന്നത്. അതിനകത്തുള്ള പടലപ്പിണക്കങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ തകർച്ചയിലായിരുന്നു. ഫ്രാൻസിൽ എംബാപ്പെ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുന്നതിൽ ആസ് എ ടീം അതിനൊരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ നിങ്ങൾക്ക് പോർച്ചുഗലിനെയും ഇതിനെയും സമീകരിക്കാൻ പറ്റില്ല. നേരത്തെ സ്പെയിനുമായിട്ടുള്ള 3-3 കളി ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയൊക്കെ വല്ലപ്പോഴും മാത്രം ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ടീം അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റുന്നതിനെ മാക്സിമം ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആസ് എ ടീം ഞങ്ങൾ ഈ വട്ടം ശക്തമാണ്. അത് കഴിഞ്ഞ കളിയിൽ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നിങ്ങൾ വരുന്ന ഞാൻ പറഞ്ഞ നോക്കൌട്ട് റൗണ്ടുകളിൽ എത്രത്തോളം പെർഫോമൻസ് CR7 ഉണ്ടാകുന്നുണ്ട്. അത് ടീം മാത്രമല്ലല്ലോ, വ്യക്തിപരം എംബാപ്പയുടെ പല ഗോളുകളും ഇൻഡിവിജ്വൽ ബ്രില്യൻസ് വരുന്നതാണ്. അത്തരത്തിലൊരു പെർഫോമൻസ് എന്തുകൊണ്ട് CR7 വരുന്നില്ല? ചെസ് വല്ലതായിരുന്നു, ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കായിരുന്നു. ഇതിപ്പോ ചെസ് അല്ല, ഫുട്ബോൾ ആയിപ്പോയില്ലേ, 11 പേരെ ടീം ഗെയിം ആണല്ലോ. നിങ്ങൾ ഇതിന്റെ പേരിൽ തർക്കിച്ചിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തർക്കിക്കേണ്ട ആവശ്യം എന്താണ്? ആ സിംഹാസനം ഒരേ ഒരാൾക്കുള്ളതാണ്. എന്താ സംശയം ഉണ്ടോ?
ലയണൽ മെസ്സി അല്ലാതെ ആ കസേരയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരാള് മെസ്സി കളിക്കുന്ന സമയത്ത് മറ്റൊരാൾ ആരാ ഉള്ളത്? രണ്ട് കളിയിൽ 5 ഗോള്. ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഏതാണ്ട് ഒരു 2 വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഒരു വ്യത്യാസം തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കളി കണ്ടല്ലോ, CR7 ഇറങ്ങി. CR7 പന്ത് കൊടുക്കുന്നില്ല, കൂടെയുള്ളവര് പന്ത് കൊടുക്കുന്നില്ല എന്നുള്ള വിമർശനം നമ്മൾ കണ്ടതാണ്. ഇവിടത്തെ അവസ്ഥ എന്താണെന്നറിയോ? മെസ്സി എങ്ങനെ കളിക്കുന്നോ അതാണ് അർജന്റീനയുടെ ഫോർമേഷൻ. അപ്പോഴത്തെയാണ് മെസ്സി എങ്ങോട്ട് നീങ്ങിയാലും അർജന്റീന അവരുടെ തന്ത്രം മാറ്റും. അതിനനുസരിച്ച് അവിടെ ഫോർമേഷൻ അവിടെ ഉണ്ടാകും. അതെ. കഴിഞ്ഞ ദിവസം ദിലീപ് സാർ ഇതിനകത്തൊരു നിരീക്ഷണം നടത്തി. ഞാൻ കണ്ടതിനകത്ത് ഒരു മികച്ച നിരീക്ഷണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, അർജന്റീന എന്ന് പറയുന്നത് മെസ്സിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ടീമായിട്ടാണ് അതിന്റെ ഫോർമേഷൻ തന്നെ. നേരത്തെ മുതൽക്കേ തന്നെ ആ ഒരു തരത്തിലാണ് അവർ കളി മെനയുന്നത്. പോർച്ചുഗൽ ടീമിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഓരോരുത്തരും നിലവിലെ സൂപ്പർ താരങ്ങളാണ്. അപ്പൊ അവർക്ക് അവരുടേതായുള്ള ചെറിയ ഈഗോകളും കാര്യങ്ങളും, മനുഷ്യന്മാരാണല്ലോ, ചെറിയ ഈഗോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, സമ്മതിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ നിങ്ങളുടെ കൂട്ട് അന്ധമാരാധകരല്ല. നമ്മൾ കൃത്യമായി കളിയെ കണ്ട് അതിനകത്ത് എന്തൊക്കെയാണ് വീഴ്ചകൾ, പോരായ്മകൾ എന്നെല്ലാം നമ്മൾ തുറന്ന് സമ്മതിക്കും. കളിച്ചില്ല എന്ന് തന്നെ പറയാം. അല്ല നിങ്ങളുടെ കൂട്ട് റൊസാരിയോ തെരുവിലെ മുത്തശ്ശി അന്ന് പനിയായിരുന്നത് കൊണ്ട് മെസ്സി കളിക്കാൻ പറ്റില്ല എന്ന് പറയേണ്ട, കവിത പാടേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ആ ടീമിലെ ആ വ്യത്യാസത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ വ്യത്യാസം എല്ലാ കാലത്തും നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വേണം ഫുട്ബോൾ ആരാധകരുടെ തർക്കം അവിടെ നിന്നോട്ടെ. ഈ ലോകകപ്പിന്റെ കേസിൽ ഇപ്പം അൽമാഡക്ക് ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരു അവസരം വന്നിട്ട് അൽമാഡ അത് ലീവ് ചെയ്ത് കൊടുത്തിട്ട് എന്റെ പുറകില് എന്റെ മെസ്സിയണ്ണനുണ്ട്, ചേട്ടനുണ്ട്, എന്റെ ചേട്ടൻ അവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിന് അയാൾ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ആ ഒഴിഞ്ഞു കൊടുക്കലിൽ പോലും അർജന്റീന ടീമിന്റെ ഒരു കെട്ടുറപ്പ് നമുക്ക് അവിടെ കാണാം, അല്ലെ? അതാണ് ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് റൊണാൾഡോയ്ക്ക് ഒരു അവസരം വന്ന സമയത്ത് അത് ഒഴിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ പുറകിലിരുന്ന ബ്രൂണോ ഫെർണാണ്ടസിന് ഗോൾ അടിക്കാമായിരുന്നു. അങ്ങനെ ഒഴിഞ്ഞു കൊടുത്തില്ല. അതൊക്കെ ഒരു ആ മൊമെന്റിൽ തോന്നുന്ന ഒരു തോട്ടാണതേ. അത് ചിലപ്പോൾ അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും, അണ്ണന് തോന്നിയിട്ടുണ്ടാവും, എനിക്കിത് നല്ലപോലെ ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് അയാൾ ട്രൈ ചെയ്ത് പറ്റിയില്ല, സമ്മതിച്ചു. കഴിഞ്ഞ കളിയും കഴിഞ്ഞുള്ള എല്ലാം നിങ്ങൾക്കെല്ലാം മറുപടിയും കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി അടുത്ത കളിയിൽ ഇതിലും മികച്ച രീതിയിൽ റൊണാൾഡോയും പോർച്ചുഗൽ ടീമും പെർഫോം ചെയ്യാൻ പോവാ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതൽ കടന്ന് മെഴുകേണ്ട കാര്യമില്ലെന്ന് വിചാരിക്കുന്നു. അതിപ്പോ എന്തായാലും ഈ ലോകകപ്പിൽ ഇപ്പൊ 39 വയസ്സായ ഒരു മനുഷ്യൻ ഇന്ന് ഇപ്പം നമ്മളെ PC സൈഫുദ്ദീന്റെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു എന്നാണ്, ഞാൻ അറിവ് മാത്രമാണ്, നിങ്ങൾ 2030 ലോകകപ്പിൽ കളിക്കുമോ എന്നുള്ളത്, അല്ലെ? സ്ഥിരീകരിച്ചില്ല അല്ലെ? കളിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ മെസ്സി അതിന് പറഞ്ഞ മറുപടി ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അത് കുറച്ച് ലോങ് ആണ്. പക്ഷെ എന്നെ കൊണ്ട് പറ്റാവുന്നിടത്തോളം കാലം എൻ്റെ ടീമിനൊപ്പം എൻ്റെ സഹതാരങ്ങൾക്കൊപ്പം കളിക്കുക എന്നുള്ളതാണ്. PC സൈഫുദ്ദീൻ പറഞ്ഞ വാക്ക് ഞാൻ ഒരിക്കൽ കൂടി കടമെടുത്ത് പറയുകയാണ്. അയാൾ നോ എന്ന് കട്ടായം പറയുന്ന നിമിഷം മാത്രമേ വീണ്ടും ഒരു ആലോചന ഇവിടെ വേണ്ടി വരുള്ളൂ. അയാൾ പറയാത്തടത്തോളം കാലം കഥ ഇങ്ങനെ തന്നെ തുടരും. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അർജന്റീനൻ ടീമിനും ആ ഒരു മൊത്തം അവരുടെ ആരാധക കൂട്ടത്തിനും വൃന്ദത്തിനും ഒരിതുണ്ട്. അതായത് ഈ പറയുന്ന അർജന്റീന കഴിഞ്ഞ വട്ടം വേൾഡ് കപ്പ് എടുക്കുന്നതിൽ മെസ്സി വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പം മെസ്സി എന്ന ആ കേന്ദ്ര ബിന്ദുവിനെ ഇതാക്കി, മെസ്സി ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ വട്ടം കപ്പ് എടുത്തതെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ ഒരു എന്താ പറയുന്ന ആ ഒരു ഓറയല്ല, ഈ ടീം അംഗങ്ങൾക്ക് മൊത്തം ഒരു വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് മുന്നിൽ നിന്ന ആൾ എന്ന നിലയിലുള്ള ഒരു മെസ്സിയോടൊരു കടപ്പാടുണ്ട്. ആ കടപ്പാടിന്റെ ഭാഗമാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ അൽമാഡ ലീവ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് ഈ നോയുടെ കാര്യവും വരുന്നത്, മനസ്സിലായോ? അതേസമയം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പോർച്ചുഗലിന്റെ സ്ഥിതി അതല്ല. പോർച്ചുഗലിൽ ഇനിയിപ്പോൾ റൊണാൾഡോ ഇപ്പൊ നിലവിൽ പോർച്ചുഗൽ ടീമിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്നതിൽ ഏറ്റവും മികച്ചൊരു അറ്റാക്കറാണ്, അല്ലെ ഫിനിഷറാണ് ഇപ്പൊ നിലവിൽ റൊണാൾഡോ. കാരണം ഇപ്പോഴും പെനാൽറ്റി ബോക്സിനകത്തുള്ള റൊണാൾഡോയുടെ ബ്രില്യൻസും ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഒരു പവറും ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അദ്ദേഹം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലും അതാണ് ആ അർജന്റീനൻ ടീമിൻ്റെ ഒരു ഫോർമേഷൻ. നിങ്ങൾ ഈ പറയുന്ന അർജന്റീന മെസ്സിയോട് ഒരിക്കലും നോ പറയില്ല, മെസ്സി നോ പറയുന്നതിനും വരെയും കട്ടായം അവർ നിൽക്കും മറിക്കും എന്നൊക്കെ പറയുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണെന്നാണ് വിചാരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഫൈറ്റുകളൊക്കെ അവസാനിപ്പിക്കാം. കാരണം മെസ്സി ആയാലും റൊണാൾഡോ ആയാലും നെയ്മർ ആയാലും അവസാന ലോകകപ്പ് കളിക്കാണ്. അത് ആസ്വദിച്ചൂടെ? PC സൈഫുദ്ദീൻ പറയുന്നതാണ്, അത് ആസ്വദിച്ചൂടെ? ഇത് അവസാന ലോകകപ്പാണെന്ന് മെസ്സി പറഞ്ഞില്ലെന്ന് പറയുന്നേക്കെ പറഞ്ഞിട്ടില്ല. എനിവേ, അത് എപ്പോ വേണല്ലോ അവസാനിക്കാം ഈ ഒരു കരിയർ. അപ്പൊ നമ്മൾ മെസ്സി പറഞ്ഞ എന്താ, ഞാൻ ഓരോ ദിവസമായി കാണുന്നു എന്നാ പറഞ്ഞത്. അതേപോലെ നമുക്കും അദ്ദേഹത്തിന്റെ ഓരോ മാച്ചുകളായി കണ്ടുകൂടെ? ഓരോ രണ്ടുപേരുടെയും ഓരോ മാച്ചുകളായിട്ട് കണ്ടുകൂടെ? ഓരോ മാച്ചും
ആസ്വദിക്കുക, അവരുടെ പെർഫോമൻസ് ആസ്വദിക്കുക. ഇനി നമുക്ക് ഫൈറ്റ് നമുക്ക് എംബാപ്പയും ഹാലൻഡും തമ്മിൽ ആയിക്കോട്ടെ, ഫൈറ്റ് നമുക്ക് എംബാപ്പ ഹാലൻഡ് ആയിക്കോട്ടെ. 4-4 നിൽക്കുകയാണ് ഇപ്പൊ ഗോൾ സ്കോറിംഗ് റെക്കോർഡിൽ, 4-4 നിൽക്കുകയാണ്. ഹാലൻഡ് ഈ പറഞ്ഞ പോലെ നോർവേയിലായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ ആദ്യ വേൾഡ് കപ്പ് ഇപ്പോഴാണ് കളിക്കുന്നത്. ഫ്രാൻസിനായിട്ട് എംബാപ്പെ ഫ്രാൻസിലായതുകൊണ്ട് 2 വേൾഡ് കപ്പ് മുന്നോട്ട് കളിച്ചു തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നോർവേക്ക് നല്ലൊരു ടീം വന്നിട്ടുണ്ട്, നല്ല പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ഇനി ഫ്യൂച്ചർ ജനറേഷനിലേക്ക് നല്ല പ്ലേയേഴ്സ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഹാലൻഡ് ഇനിയും ചാൻസ് കിട്ടും, അപ്പോൾ ഇനിയും ഗോളുകൾ അടിക്കും. ഹാലൻഡ് ഈ പറഞ്ഞ പോലെ പോകുന്നിടത്തെല്ലാം റെക്കോർഡുകൾ തകർക്കുകയാണ്. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ തന്നെ 2 മത്സരത്തിനുള്ളിൽ നോർവേയുടെ ഓൾ ടൈം വേൾഡ് കപ്പ് റെക്കോർഡ് തകർത്തു. നോർവേയുടെ ഓൾ ടൈം ഗോൾ സ്കോറിംഗ് റെക്കോർഡ് തകർത്താണ് വേൾഡ് കപ്പിലെ. അതിന് മുന്നേ തന്നെ ഓൾ ടൈം അവരുടെ ടോപ്പ് സ്കോറർ ആയിട്ടുണ്ട് നോർവേയുടെ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലോകകപ്പിൽ ഞാൻ ഫൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറയും, അതായത് ഫൈറ്റായിട്ട് നമുക്ക് എന്താ പറയുക ബാറ്റിൽ ചെയ്യാൻ പറ്റുന്നത് ഹാലൻഡ് എംബാപ്പയാണ്. ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു ഫൈറ്റ്, ബാക്കിയുള്ള നമുക്ക് ആസ്വദിച്ചുകൂടെ? വെറുതെ എന്തിനാണ് ഒരു ഫൈറ്റ് ഒക്കെ? നമ്മുടെ കാലം കഴിയട്ടെ എന്ന് വിചാരിക്കണം. കഴിഞ്ഞില്ലല്ലോ ചോദ്യമുണ്ടല്ലോ, കഴിഞ്ഞില്ലല്ലോ, കഴിഞ്ഞിട്ട് പോരെ. നെയ്മർ നമ്മള് ഇവിടെ ഹരിഗോവിന്ദനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാ. നെയ്മറെ കൂടി നമ്മൾ പറഞ്ഞിട്ട് പോകണം അല്ലെ നെയ്മർ സുൽത്താനെ പറ്റി 2 വാക്ക്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷെ ഏത് നിമിഷവും അദ്ദേഹം കത്തിക്കയറാൻ സാധ്യതയുള്ള ഒരു താരം തന്നെയാണ്. എന്താണ് നമുക്ക് എങ്ങനെ വിലയിരുത്താം അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം വന്നാൽ നമ്മൾ എങ്ങനെ പ്രതീക്ഷിക്കണം? ഷർഫ് 2 ഗോൾ. നെയ്മർ വരുന്നതോടുകൂടി ബ്രസീൽ ടീം ഒന്നുകൂടി അറ്റാക്കിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നെയ്മറിന്റെ ഒരു ഇൻവോൾവ്മെന്റ്, നെയ്മർ നമ്മളിപ്പോൾ മെസ്സിയെ പറയുന്നുണ്ട്, ക്രിസ്ത്യാനോ പറയുന്നുണ്ട്, അതേപോലെ ബ്രസീൽ ടീമിലെ ഒരു ലെജൻഡറി തലത്തിലുള്ള ഒരു കളിക്കാരനാണ് നെയ്മർ. അപ്പോൾ നെയ്മറിന്റെ ഒരു വരവ് ബ്രസീൽ ടീമിനെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു ബൂസ്റ്റ് നൽകും. അതിനി അടുത്ത നോക്കൗട്ട് റൗണ്ടിലേക്കൊക്കെ പോകുമ്പോൾ നെയ്മർ ആ ഗ്രൗണ്ടിൽ മൈതാനത്തുണ്ടെങ്കിൽ അതൊരു വലിയ ഇമ്പാക്റ്റ് തന്നെയാകും. അത് വിനീഷ്യസിന് ഇമ്പാക്റ്റ് ആകും, മറ്റു വിങ്ങിലെ പ്ലേയേഴ്സിന്, ഇപ്പം പുതിയ കളിക്കാർ എല്ലാവർക്കും മിഡിൽ തന്നെ ഒരു കളി നിയന്ത്രിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ നെയ്മർ വരുന്നതോടുകൂടി എനിക്ക് തോന്നുന്നു ഇപ്പം നെയ്മർ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങൾ എല്ലാവരും ഗോളിലേക്ക് വരും. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരും. കാരണം എനിക്ക് തോന്നുന്നത് നെയ്മർ ഒരു കാന്തമാകും പിച്ചിൽ. നെയ്മർ മറ്റ് താരങ്ങളെ, എതിർ ടീമിൽ താരങ്ങളെ അട്രാക്ട് ചെയ്യും. ഇപ്പോൾ ബാക്കിയുള്ള താരങ്ങൾ സ്പേസ് ലഭിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം കളത്തിലിറങ്ങുമ്പോൾ. നെയ്മറുടെ കേസ് നമ്മൾ ഈ സ്റ്റാറ്റും സംഭവങ്ങളും എന്നൊക്കെ മാറ്റി വെച്ചിട്ട് നെയ്മറുടെ കളി ആസ്വദിക്കുന്ന ഏതൊരു ഞാൻ പറഞ്ഞു, ഇന്നലെ ഹരിഗോവിന്ദ് പറഞ്ഞൊരു സാധനം ഞാൻ പറയാം, ഏതൊരു ആളും നെയ്മറിന്റെ കളിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളായിരിക്കും. അതാണ് ആ നെയ്മറുടെ ആ ഒരു ഭംഗിയാണ്, ആ ഒരു കളി അഴക് എന്നൊക്കെ പറയില്ലേ, അതാണ് നെയ്മറിനെ വ്യത്യസ്തനാക്കി നിർത്തുന്നതും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആരാധകർ കൂടുന്നതും. അപ്പോൾ നമ്മൾ സ്റ്റാറ്റുകളൊക്കെ മാറ്റി നിർത്തുക. അദ്ദേഹത്തിന് പരിക്കുകളിലായിരുന്നെങ്കിൽ ആ കളിയടക്കം നമുക്ക് ഇനിയും കാണാമായിരുന്നു. അതിനൊരു എന്താ പറയുക, കുറേ കാലത്തേക്ക് അത് കാണാമായിരുന്നു. പക്ഷെ പരിക്കുകൾ കാരണം അത് ഇടയ്ക്കിടയ്ക്ക് നിന്നു പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു ലോകകപ്പിൽ അദ്ദേഹം കളത്തിലിറങ്ങുകയാണെങ്കിൽ ആ അഴക് നമുക്ക് ഒന്നുകൂടിയും കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ല, അത് തന്നെയാണ് സുൽത്താന്റെ ജോഗോ ബൊണീറ്റ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാണണം, കാരണം എല്ലാവരും ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ വരവാണ്. അദ്ദേഹം വരട്ടെ. അതെ അതെ അതെ. ഒരു വലിയ കാര്യമാണ്. കാരണം നമ്മള് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞങ്ങള് പല ടീമിനെയും പല താരങ്ങൾക്കും വേണ്ടി വാദിക്കുകയും അല്ലെങ്കിൽ അവർക്കൊപ്പം അവരാണ് ബെറ്റർ, അവരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും യഥാർത്ഥ ഫുട്ബോൾ കാണുമ്പോൾ നമ്മൾ എപ്പോഴും കൈയടിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം, ഞങ്ങൾ ഈ റൂമിലിരുന്നാണ് എല്ലാ ദിവസവും കളി കാണുന്നത്. ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ അടിച്ചപ്പോൾ നമ്മൾ എല്ലാവരും വലിയ ആവേശത്തോടു കൂടി എണീറ്റ് കൈയടിച്ചു. നിങ്ങൾ അടിക്കണം, കാരണം നിങ്ങൾ പറയാൻ പറ്റുന്നത് എല്ലാ മനുഷ്യനെ പറഞ്ഞു. മിക്കവാറും മീഡിയ ഓൺ കണ്ടിട്ടായിരിക്കും ഇന്നലെ ഐ ആം ബാക്ക്, ഞാൻ വന്നടാ എന്ന് പുള്ളി പോസ്റ്റ് ഇട്ടത്. അതല്ല, എന്നിട്ട് റൊണാൾഡോ ഗോൾ അടിച്ചപ്പോ നമ്മൾ ആദ്യം കയറി ലൈവ് നിന്ന് റൊണാൾഡോ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ റൊണാൾഡോയെ പോലുള്ള ഒരു 40-41 നമ്മുടെ പ്രായമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് അപ്പൊ ആ പ്രായത്തിൽ ഒരു മനുഷ്യന് സാധിക്കുന്നത് എന്താണെന്നുള്ള ബോധ്യമൊക്കെ നമുക്കുണ്ട്. പക്ഷെ ആ പ്രായത്തിലും ഒന്ന് തൊടാൻ പറ്റുന്നതിനേക്കാളും വലിയ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണല്ലോ. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ നമ്മൾ ഞങ്ങൾ ഈ ഫൈറ്റ് ചെയ്യുന്നതൊന്നും നിങ്ങൾ നോക്കേണ്ട കേസില്ല. പക്ഷെ ആ കൂട്ടത്തിലേക്ക് നെയ്മറും കൂടെ വേണം. പിന്നെ ഉറപ്പായിട്ടും വേണം, നെയ്മറും കൂടെ വേണം. കളി കൊഴുക്കുള്ളൂ. അപ്പൊ ഞങ്ങളുടെ വാർ റൂമിലേക്ക് ഇതുപോലത്തെ ചർച്ചകളൊക്കെ വരും. ആരും ഞങ്ങൾ ഇന്ന ആളെ കുറിച്ച് മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞു മാത്രം ഞങ്ങളെ സങ്കടപ്പെടുത്തരുത്. കാരണം ഇത് ഒരു റിയൽ ആളുകളുടെ ഫാൻസിന്റെ ഒരു ഫൈറ്റ് ആയിട്ട് മാത്രം നിങ്ങൾ അതിനെ കാണണം. ഞങ്ങൾ ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ പക്ഷെ ഞങ്ങൾ ഫ്ലോറിൽ ഇങ്ങനെ ആയിരിക്കില്ല. ഏറ്റവും മികച്ച പെർഫോമൻസ് ആര് ചെയ്യുന്നു,
അവർക്കൊപ്പം തന്നെ നമ്മൾ ഉണ്ടാവുള്ളൂ. നല്ല ഫുട്ബോൾ നടക്കട്ടെ, നല്ല കാഴ്ചകൾ കാണട്ടെ. മെസ്സി ആയാലും റൊണാൾഡോ ആയാലും ഹാളണ്ട് ആയാലും എംബാപ്പെ ആയാലും നെയ്മർ ആയാലും അല്ലെ, ആര് കപ്പടിച്ചാലും ഞങ്ങൾ ഒപ്പം ഉണ്ടാവും, കൈയടിക്കും. എന്നാലും ഫോഴ്സാ പോർച്ചുഗൽ. വാമോസ് അർജന്റീന. റെഡി. അപ്പം ഇന്ന് വാർ റൂം തൽക്കാലം ഞങ്ങൾ ഈ വാർ റൂമിൽ ഇവിടെ പറയണം. വീണ്ടും അടുത്ത ചൂടുള്ള വിഷയമായി കാണുക.